അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുന്ന ഇന്ത്യയെ തകർക്കാൻ ഒരു വഴിയുമില്ല എന്ന യാഥാർത്ഥ്യം ഓരോ ദിവസവും യുഎസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല പരാമർശങ്ങളും നടത്തി ഇന്ത്യയെ തളർത്താനുള്ള മാർഗമാണ് നിലവിൽ യുഎസിലെ നേതാക്കൾ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. യുഎസ് വിപണിയുടെ നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യ എന്നാൽ അവിടെ നിന്നുള്ള കയറ്റുമതിക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ആരോപിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന വ്യാപാര നിലപാടിനെ ഉന്നം വെച്ച ലുട്നിക് കുറഞ്ഞ അളവിൽ പോലും അമേരിക്കൻ ചോളം വാങ്ങാൻ ഇന്ത്യ തയ്യാറാകുന്നില്ലെന്നും വിമർശിച്ചു. 140 കോടി ജനങ്ങളുണ്ടെന്ന് ഇന്ത്യ വീമ്പ് പറയുന്നു. എന്തുകൊണ്ടാണ് 140 കോടി ജനങ്ങൾ ഒരു ബുഷൽ അഥവാ അളവ് അമേരിക്കൻ ചോളം പോലും വാങ്ങാത്തത്? അവർ എല്ലാം നമുക്ക് വിൽക്കുകയും നമ്മുടെ ചോളം വാങ്ങാതിരിക്കുകയും ചെയ്യുന്നത് ചൊടിപ്പിക്കുന്നില്ലേ? അവർ എല്ലാത്തിനും മേലെ തീരുവ ചുമത്തുകയാണ്, ലുട്നിക് പറഞ്ഞു. ഇന്ത്യ തീരുവ കുറച്ചേ മതിയാകൂവെന്നും അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ, കാനഡ, ബ്രസീൽ തുടങ്ങിയ സഖ്യകക്ഷികളുമായുള്ള ബന്ധം വ്യാപാര തീരുവകളിലൂടെ അമേരിക്ക വഷളാക്കുകയാണോ എന്ന ചോദ്യത്തിന് ലുട്നിക്കിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ബന്ധം ഏകപക്ഷീയമാണ്. അവർ ഞങ്ങൾക്ക് വിൽക്കുകയും ഞങ്ങളെ മുതലെടുക്കുകയും ചെയ്യുകയാണ്. അവർ അവരുടെ സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ തടയുന്നു, അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച ഒരു അഭിമുഖത്തിനിടെയായിരുന്നു ലുട്നിക്കിന്റെ പരാമർശം. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന അമേരിക്കൻ ചെറുകിട ബിസിനസ്സുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. റെസ്റ്റോറന്റുകൾ മുതൽ വസ്ത്രശാലകൾ വരെ യുഎസ് വ്യാപാര നയം തങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ പുനർനിർമ്മിക്കുകയാണെന്നും ഉടമകൾ പറയുന്നു. അവരുടെ ഓപ്ഷനുകൾ പരിമിതമാണ്. ചിലവുകൾ ഏറ്റെടുക്കുക, വില ഉയർത്തുക, ഉപഭോക്താക്കളെ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുക, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകളെ സവിശേഷമാക്കുന്ന പാരമ്പര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനുള്ള ശിക്ഷയായി ട്രംപ് ഭരണകൂടം അടുത്തിടെ ഇന്ത്യൻ ഇറക്കുമതിയുടെ തീരുവ 50% ഇരട്ടിയാക്കി. ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉക്രൈനിലെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. താരിഫുകൾ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും ഇന്ത്യൻ സർക്കാർ വിശേഷിപ്പിച്ചു. താരിഫ് പ്രാബല്യത്തിൽ വന്ന് ദിവസങ്ങൾക്ക് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പുടിൻ എന്നിവർ ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുമായും ചൈനയുമായും ഇന്ത്യ പുലർത്തുന്ന സഖ്യം വാഷിംഗ്ടണിന്റെ താരിഫ് കൂടുതൽ അപകടകരമാക്കുകയും യുഎസ് ഇന്ത്യ ബന്ധങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യുന്നുവെന്ന് ചില വിശകലന വിദഗ്ധർ പറയുന്നു. യുഎസിലെ ചില ബിസിനസ്സുകാർക്ക് യഥാർത്ഥ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കൊപ്പം ഭൗമരാഷ്ട്രീയ പരിഗണനകളും വരുന്നു. ദക്ഷിണ കാലിഫോർണിയയിലെ ഒരു കുടുംബം നടത്തുന്ന റെസ്റ്റോറന്റ് ശൃംഖലയായ ഓൾ ഇന്ത്യ കഫേയിൽ മെനു നിർവചിക്കുന്ന ആധികാരിക ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളും മദ്യവും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വില ഏകദേശം ഇരട്ടിയായി. 1996 തങ്ങളുടെ ആദ്യത്തെ പസഡന ലൊക്കേഷൻ തുറക്കാൻ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ മാതാപിതാക്കളുടെ ഉടമ പവൻദീപ് കൗർ ഖിൻഡ മെനു വിലകൾ ഉയർത്താനോ ജീവനക്കാരുടെ സമയം കുറയ്ക്കണോ അതോ ബിസിനസ് അടച്ചുപൂട്ടണോ എന്ന് ആലോചിക്കുകയാണ്. ഇന്ത്യ യുഎസിനെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളിയായി കണക്കാക്കുന്നു. കൂടാതെ യുഎസ് വ്യാപാര പ്രതിനിധി ഓഫീസിന്റെ കണക്കനുസരിച്ച് 2024 യുഎസിലേക്കുള്ള കയറ്റുമതി ചെയ്ത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആകെ $87 ബില്യൺ ആയിരുന്നു. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ തൊഴിൽദാതാവാണ് ടെക്സ്റ്റൈൽസ് വസ്ത്ര വ്യവസായം. രാജ്യത്തുടനീളം ഏകദേശം 45 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നു. തിരക്കേറിയ ലിറ്റിൽ ഇന്ത്യ അയൽപക്കമായ കാലിഫോർണിയയിലെ ആർട്ടിസിയയിൽ താരിഫുകൾ സമൂഹത്തെ കുലുക്കിയെന്ന് ഇന്ത്യൻ വസ്ത്രബൂട്ടിക്കായ സാരി പാലസ് നടത്തുന്ന ഒരു വ്യക്തി അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ യുഎസിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങുകയാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ട്രംപിന്റെ പരിഷ്കാരങ്ങളും നിലപാടുകളും അമേരിക്കയെ നിലംപരിശാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.